എന്താണ് ഇൻഡസ്ട്രിക്ക് വേണ്ടത്? ഇന്ത്യ ടുഡേ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങളുടെ ഡിഗ്രി, നിങ്ങൾക്ക് ബികോം ആയിരിക്കാം, MBA ആയിരിക്കാം, CA ആയിരിക്കാം, എനിക്കറിയത്തില്ല നിങ്ങൾ ആരെങ്കിലും CMA, ICWA, SCCA കഴിഞ്ഞ ആരെങ്കിലും ഉണ്ടോ? ഇതെല്ലാം, ഇത് ഏത് ഡിഗ്രി ആയാലും, ഞാനൊരു FMBA സർട്ടിഫൈഡ് പ്രൊഫഷണലാണ്. വൺ ഓഫ് ദ ടോപ്പ് 10 മോഡലിംഗ് ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കേഷൻ ആണ്. സോ ഈവൻ എന്നോടും കൂടെ ഉള്ള ചോദ്യം, എനിക്കിങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഉള്ളത് കൊണ്ട് എനിക്ക് ജോലി കിട്ടൂ? 50% ഓഫ് ജോബ്സ് ആർ നോട്ട് ഫിൽഡ്. ജോലി ഇല്ലെന്നല്ല, ജോലിയുണ്ട്, പക്ഷേ ഫിൽ ചെയ്യാൻ പറ്റുന്നില്ല. അവർ പറയുന്ന ഒരു കാര്യം യൂസ് ചെയ്യുന്ന അൺഎംപ്ലോയബിൾ എന്ന് പറഞ്ഞ ടേം ആണ് യൂസ് ചെയ്യുന്നത്. പാസ്സായ ഒത്തിരി പേരുണ്ട്, ബട്ട് ദേ ആർ അൺഎംപ്ലോയബിൾ. റിപ്പോർട്ടുകൾ പറയുന്നത് കാര്യം എന്താണ്? ഈ പാസ്സായ വ്യക്തിക്ക് നമുക്ക് എല്ലാവർക്കും നല്ല തിയറിറ്റിക്കൽ നോളജ് ഉണ്ട്, പക്ഷേ സ്കിൽ സെറ്റ് ഇല്ല. എന്ത് സ്കിൽ സെറ്റ് ഇല്ല? ഇൻഡസ്ട്രിക്ക് വേണ്ടുന്ന സ്കിൽ സെറ്റ് ഇല്ല. ഓരോ വർഷവും 3 മില്യണോളം ആൾക്കാർ ജോബ് മാർക്കറ്റിലേക്ക് വരികയാണ്. അടുത്ത റിപ്പോർട്ട്, CXO ടുഡേ, എ ഗ്യാപ്പ് ബിറ്റ്വീൻ അക്കാഡമിക്കിലെ കരിക്കുലം. തെറ്റെന്നല്ല, അക്കാഡമിയിലെ കരിക്കുലത്തിനെ പറ്റിയല്ല നമ്മൾ പറയുന്നത് കേട്ടോ. പക്ഷെ ഇൻഡസ്ട്രിയെ എക്സ്പെക്ട് ചെയ്യുന്നതും കരിക്കുലവും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. അത് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ കരിക്കുലത്തിലാണ് ഈ വിഷയം. യൂണിവേഴ്സിറ്റികൾ ഇന്നും തിയറിയിലാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വർക്ക് പ്ലേസിൽ, ജോലി സ്ഥലത്ത് അവർക്ക് വേണ്ടുന്ന ടെക്നിക്കൽ സ്കില്ലാണ്. അതുകൊണ്ട് എന്തായി, പ്രത്യേകിച്ച് ഇപ്പൊ AIയും ഓട്ടോമേഷനും ഒക്കെ വരുന്ന സമയത്ത് ഈ കമ്പനികളെല്ലാവരും ഇപ്പം കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, ദേ വാണ്ട് പീപ്പിൾ ഹു ഹാവ് ഗോട്ട് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്, അതായത് സ്കില്ലുള്ളവരെ. ഓക്കെ, അതാണ് ഇൻഡസ്ട്രികളെല്ലാം അവർ നോക്കുന്നത്. ബിസിനസ് സ്റ്റാൻഡേർഡ് നോക്കിയേ, സ്കിൽ ഓവർ ഡിഗ്രീസ്. 80% ഓഫ് ഇന്ത്യൻ എംപ്ലോയേഴ്സ് അഡോപ്റ്റ് സ്കിൽ ഫസ്റ്റ്. എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം, എനിത്തിങ് വിച്ച് ഈസ് റൂൾ ബേസ്ഡ്, AI വെച്ചും അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. They are prioritizing practical skills and experience. ഞാൻ മുമ്പേ നിങ്ങളെ കാണിച്ചത് എന്തുവാ ഡെമോയിൽ, അഡ്വാൻസ് എക്സൽ? പ്രാക്ടിക്കൽ സ്കിൽ. I never told you about formula. Folks, ഇപ്പൊ പറയുന്നത് ഹയറിംഗ് 2.0 എന്നാ പറയുന്നത്. 2.0 പണ്ടത്തെ ഹയറിംഗ് ജേർണി അല്ല. ഇറ്റ്സ് നൗ എ ന്യൂ വേ ഓഫ് റിക്രൂട്ടിംഗ്. പ്രയോറിറ്റൈസിങ് സ്കിൽസ് ഓവർ ഡിഗ്രീസ്. ഇത് ഈവൻ ലേണിംഗ് കമ്പനികൾ, CFO Drive, DataQuest, അവരുടെ റിപ്പോർട്ടുകൾ നിങ്ങൾ നോക്കിയേ. A report, DataQuest, highlight Excel is the prerequisite. Prerequisite for top paying jobs, and list as the most in demand skill in several countries. CFO Drive in a report reported that 9 out of 10 top US companies still require advanced Excel skill. അവർക്ക് ERP ഇല്ലാഞ്ഞിട്ടാണോ? Oracle ഇല്ലാഞ്ഞിട്ടാണോ? SAP ഇല്ലാഞ്ഞിട്ടാണോ? അപ്ഗ്രേഡ്, നിങ്ങൾക്കെല്ലാം അപ്ഗ്രേഡ് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫിനാൻഷ്യൽ മോഡലിംഗ് ആൻഡ് അനാലിസിസ് ആസ് എ ക്രൂഷ്യൽ സ്കിൽ. ഞാൻ നിങ്ങളെ കാണിച്ച ആക്ച്വലി മോഡൽ എന്താണ്? മോഡൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ വറീഡ് ആവേണ്ട. നമ്മുടെ മുന്നിൽ ഒരു പ്രോബ്ലം വരുന്നു. ആ പ്രോബ്ലത്തിന് നമ്മളൊരു ടൂൾ വെച്ചിട്ട്, ഇതിനാ മോഡലിംഗ് എന്ന് പറയുന്നത്, ആ ടൂൾ വെച്ചിട്ട് നമ്മളൊരു സൊല്യൂഷൻ കൊണ്ടുവരുന്നു. അത്രേ ഉള്ളൂ മോഡലിംഗ്. നിങ്ങൾ ഫിനാൻഷ്യൽ മോഡലിംഗ് അതെല്ലാം നമുക്ക് പിന്നെ കവർ ചെയ്യാം, പക്ഷെ നിങ്ങൾ അതിനെപ്പറ്റി വറി ചെയ്യേണ്ട. ബട്ട് ഇൻ ബേസിക്സ് ഓഫ് മോഡലിംഗ് എന്താണ്? ഇതാണ് മോഡലിംഗ്. ഓക്കെ, ഇതെല്ലാം വേക്കൻസികളാണ്. നിങ്ങൾ അടിയിൽ നോക്കുകയാണ്, യു ക്യാൻ സീ റിപ്പീറ്റഡ്ലി ഓവർ ദർ. ഇന്ന് നിങ്ങളെ കാണിച്ച ഫോർമുലകൾ, പിവറ്റ് ടേബിൾ, അഡ്വാൻസ് എക്സൽ, ഇതാണ് അടിയിൽ മുഴുവൻ കിടക്കുന്നത്. ഡെസിഗ്നേഷൻ ആണ് ഇതിൻ്റെ അകത്തൊന്നും അവര് പണ്ടൊക്കെ ക്വാളിഫിക്കേഷൻ ആയിരുന്നെങ്കിൽ ഇന്ന് അതിന്റെ പ്രയോറിറ്റി മാറി. നേരത്തെ എന്തായിരുന്നു? ACCA, CMA, ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല ഞാൻ പറയുന്നത്. ഈവൻ ഇഫ് യു ഹാവ് ഓൾ ദാറ്റ് നോളജ്, ആ നോളജിനെ എങ്ങനെ നമുക്ക് പ്രയോജനപ്രദമാക്കാൻ പറ്റും? ഹൗ യു ക്യാൻ ഡു ദാറ്റ്? സോ ലെറ്റ് മീ കം ടു ദാറ്റ്. എങ്ങനെ നിങ്ങളുടെ കരിയറിനെ ഫ്യൂച്ചർ പ്രൂഫ് ചെയ്യാം?